അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 27 ശനിയാഴ്ച. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 70.35% പോളിംഗ്. 2019 77.84% പോളിംഗ്. ഇത്തവണ 75.74% രേഖപ്പെടുത്തിയ കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. 63.35% രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ്. പോളിംഗ് സമയം അവസാനിച്ചിട്ടും പല ബൂത്തുകളിലും നീണ്ട നിരയായിരുന്നു അനുഭവപ്പെട്ടത്. പലയിടത്തും പോളിംഗ് രാത്രി വൈകി വരെയും തുടർന്നു. വടകര കുറ്റ്യാടി മണ്ഡലത്തിലെ മുടപ്പിലാവിൽ LP സ്കൂളിലെ 141 ബൂത്തിലാണ് ഏറ്റവും അവസാനം പോളിംഗ് അവസാനിച്ചത്. 11:43 അവസാനത്തെ ആൾ വോട്ട് ചെയ്തത്. കണ്ണൂരിലും വടകരയിലും അടക്കം സംസ്ഥാനത്ത് പലയിടത്തും വോട്ടിംഗ് വൈകിയത് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ ഗുരുതര വീഴ്ചയെന്ന് UDF ആരോപിച്ചു. കാത്തുനിന്നും അടുത്ത് പലരും വോട്ട് ചെയ്യാതെ മടങ്ങി. നടത്തിപ്പിലെ വീഴ്ചയിൽ കർശനമായ നടപടി വേണമെന്നും KPCC അധ്യക്ഷൻ K. സുധാകരൻ ആവശ്യപ്പെട്ടു. രാജ്യത്തെ ലോക്സഭയിലേക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും പോളിംഗ് ശതമാനത്തിൽ കുറവ്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് വോട്ടെടുപ്പ് നടന്ന 88 മണ്ഡലങ്ങളിൽ 64.7% പോളിംഗ്. 2019 69.4% ലോക്സഭയിലേക്കുള്ള 543 മണ്ഡലങ്ങളിൽ 190 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇതിനോടകം പൂർത്തിയായി. ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 4% പോളിംഗ് ശതമാനം കുറഞ്ഞത് ചർച്ചയായി തുടരുമ്പോഴാണ് രണ്ടാം ഘട്ടത്തിലും വോട്ടിംഗ് ശതമാനം കുറയുന്നത്. സംസ്ഥാനത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കനത്ത ചൂടിൽ പല ബൂത്തുകളിലും വോട്ടർമാർ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം മടങ്ങിപ്പോയി തിരികെ വന്നവരിൽ പലർക്കും വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചില്ലെന്നും 6 മണിക്ക് മുമ്പ് പോളിംഗ് സ്റ്റേഷനിൽ എത്തിയിട്ടും വോട്ട് ചെയ്യാനാകാത്ത സാഹചര്യം പലയിടത്തും ഉണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സമീപകാലത്തെങ്ങും ഇത്രയും മോശപ്പെട്ട രീതിയിൽ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഭരണത്തിലെ അഴിമതികളെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവച്ചുകൊണ്ട് കോൺഗ്രസിനെ ഒരിക്കലും മറക്കരുതെന്നും ഒരിക്കലും പൊറുക്കരുതെന്നും മോദിയുടെ പരാമർശം. ദശകങ്ങളോളം രാജ്യത്തെ ജനങ്ങളുടെ പണം കോൺഗ്രസ് കൊള്ളയടിച്ചുവെന്നും രാജ്യസുരക്ഷ ദുർബലമാക്കിയെന്നും സംസ്കാരത്തെ കളിയാക്കിയെന്നും ഇത് ഇനിയില്ലെന്നും മോദി പറഞ്ഞു. പ്രധാനമന്ത്രി ഭയന്നിരിക്കുകയാണെന്നും ഇനി കുറച്ചു ദിവസം കഴിഞ്ഞാൽ മോദി വേദിയിൽ പൊട്ടിക്കരഞ്ഞേക്കുമെന്നും പാകിസ്ഥാനെക്കുറിച്ചും ചൈനയെക്കുറിച്ചും പാത്രം കൊട്ടാനുമൊക്കെ പറയുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കോർപ്പറേറ്റുകൾക്ക് മോദി നൽകിയ പണം തിരിച്ചുപിടിച്ച് കർഷകർക്കും തൊഴിലില്ലാത്തവർക്കും സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവർക്കും വീതിച്ചു നൽകുമെന്നും രാഹുൽ പറഞ്ഞു. VVPAT കേസിലെ വിധി ഇന്ത്യ സഖ്യത്തിനുള്ള മറുപടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സഖ്യ നേതാക്കൾ EVM-നെ കുറിച്ച് സംശയമുണ്ടാക്കാൻ നോക്കുന്നുവെന്നും അവർക്കുള്ള തക്കതായ മറുപടിയാണ് സുപ്രീം കോടതി വിധിയെന്നും മോദി വ്യക്തമാക്കി. VVPAT പൂർണ്ണമായി എണ്ണണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളിയിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ കൃത്രിമത്വം നടന്നതിന് തെളിവുകൾ ഇല്ലാതെ സംശയത്തിന്റെ പേരിൽ VVPATകൾ എണ്ണാൻ ഉത്തരവിടാനാകില്ലെന്ന് സുപ്രീം കോടതി വാദത്തിനിടെ പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. EP ജയരാജൻ വിവാദത്തിൽ പ്രതികരിക്കാതെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേരളത്തിൽ പാർട്ടി മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. EP ജയരാജനുമായുള്ള കൂടിക്കാഴ്ച നിഷേധിക്കാതെ പ്രകാശ് ജാവ്ദേക്കർ. നേതാക്കളെ കണ്ടാൽ എന്താണ് പ്രശ്നമെന്ന് പ്രകാശ് ജാവ്ദേക്കർ ചോദിച്ചു. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി പലരെയും കാണേണ്ടി വരും. അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. പിണറായി പറയുന്നത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ PV അൻവർ MLA-ക്കെതിരെ നാട്ടുകൽ പോലീസ് കേസെടുത്തു. എറണാകുളം സ്വദേശിയായ അഡ്വക്കേറ്റ് M. ബൈജു നോയൽ മണ്ണാർക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ സ്വകാര്യ അന്യായം പരിഗണിച്ച കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. 2 വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കൽ വകുപ്പ്,
ജനപ്രാതിനിധ്യ നിയമവകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തത്. 2 വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കൽ ജാമ്യമില്ലാ വകുപ്പാണ്. സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കില്ലെന്ന സഹോദരിയും BJP പ്രവർത്തകയുമായ പത്മജ വേണുഗോപാലിന്റെ പരാമർശത്തിന്റെ മറുപടിയുമായി കെ മുരളീധരൻ. പത്മജ ആർക്കുവേണ്ടി വേണമെങ്കിലും പ്രാർത്ഥിക്കട്ടെയെന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നും കള്ളനാണയങ്ങളെ ദൈവത്തിനറിയാമെന്നും മുരളീധരൻ പ്രതികരിച്ചു. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞ പത്മജ സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം അസുഖമായി കിടക്കുകയൊന്നും അല്ലല്ലോ എന്നും നേരത്തെ പറഞ്ഞിരുന്നു. മുൻ DGP ജേക്കബ് തോമസിനെതിരായ ഡ്രഡ്ജർ അഴിമതി കേസിൽ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അന്വേഷണത്തിന് സമയം നീട്ടി നൽകി. സർക്കാരിന്റെ അപേക്ഷ പരിഗണിച്ചാണ് സമയം നീട്ടിയത്. ഇനി സമയം നീട്ടി നൽകില്ലെന്നും ഇത് അവസാന അവസരമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി വിജയിക്കുമെന്നും PC ജോർജ്. സംസ്ഥാനത്ത് 20 സീറ്റുകളിൽ 5 ഇടങ്ങളിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. പത്തനംതിട്ടയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഭൂരിഭാഗവും അനിലിന് ലഭിക്കുമെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കള്ളവോട്ട് നടന്നെന്ന് പരാതി. 16 കള്ളവോട്ട് പരാതികളാണ് വിവിധ ജില്ലകളിൽ ഉണ്ടായത്. പത്തനംതിട്ട മണ്ഡലത്തിൽ മാത്രം 7 കള്ളവോട്ട് പരാതികളാണ് ഉണ്ടായത്. ഇടുക്കിയിൽ ഇരട്ട വോട്ട് ചെയ്യാൻ ശ്രമിച്ചതിന് 2 പേരെ പോളിംഗ് ഉദ്യോഗസ്ഥർ തടഞ്ഞു. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനിടെ പലയിടങ്ങളിലായി 7 പേർ കുഴഞ്ഞു വീണും മരിച്ചു. കോഴിക്കോട് ആദ്യം വന്ന മരണവാർത്ത ബൂത്ത് ഏജന്റിന്റേതായിരുന്നു. ആലപ്പുഴയിൽ കക്കാഴത്ത് വോട്ട് ചെയ്തിറങ്ങിയ വയോധികനാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. പാലക്കാട് 2 മരണമാണ് വോട്ടെടുപ്പിനിടെ ഉണ്ടായത്. ഇപ്പോൾ നിക്ഷേപങ്ങൾക്ക് 8.5% പലിശയുമായി KSFE നേട്ടം പ്ലസ്. ഇതിലും മികച്ചത് മറ്റൊന്നില്ല. നിർണായകമായ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന്. തുടർഘട്ടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം പ്രഖ്യാപിക്കും. അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് ഇന്ന് നടത്തുമെന്നാണ് സൂചന. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ. അതേസമയം പ്രിയങ്ക ഗാന്ധിക്കെതിരെ BJP ടിക്കറ്റിൽ റായ്ബറേലി മത്സരിക്കണമെന്ന BJPയുടെ നിർദ്ദേശം വരുൺ ഗാന്ധി തള്ളി. പഞ്ചാബിലെ ഖദൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഖലിസ്ഥാനി വിഘടനവാദി അമൃത്പാൽ സിംഗ് മത്സരിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് അമൃത്പാൽ സിംഗ് മത്സരിക്കുന്നത്. നിലവിൽ അസമിലെ ദിബ്രുഗഡ് ജയിലിലാണ് അമൃത്പാൽ സിംഗ്. അമൃത്പാൽ സിംഗിന്റെ കുടുംബവും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകത്തെ 2 വലിയ സാമ്പത്തിക ശക്തികളായ US-ഉം ചൈനയും എതിരാളികളല്ല, പങ്കാളികളാകണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. എന്നാൽ പരിഹരിക്കപ്പെടേണ്ട ഒട്ടേറെ പ്രശ്നങ്ങൾ ഇരു രാജ്യത്തിനുമിടയിലുണ്ടെന്നും ചൈന സന്ദർശനത്തിനെത്തിയ US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനോട് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കടക്കാൻ സാധിക്കാതിരുന്നതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞ് ഹെഡ് കോച്ച് ഇവാൻ വുക്കാമനോവിച്ച്. 2021 സീസൺ മുതൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനൊപ്പമുണ്ടായിരുന്നു. IPL 2020 ക്രിക്കറ്റ് ചരിത്രത്തിലെ റെക്കോർഡ് ചേസ് വിജയവുമായി പഞ്ചാബ് കിങ്സ്. 37 പന്തിൽ 75 റൺസ് എടുത്ത ഫിൽ സാൾട്ടിന്റെയും 32 പന്തിൽ 71 റൺസ് എടുത്ത സുനിൽ നാരൈന്റെയും മികവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 261 റൺസ് പടുത്തുയർത്തി. കൂറ്റൻ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പഞ്ചാബ് 48 പന്തിൽ പുറത്താവാതെ 108 റൺസ് എടുത്ത ജോണി ബെയർസ്റ്റോയുടെയും 28 പന്തിൽ 68 റൺസ് എടുത്ത ശശാങ്ക് സിംഗിന്റെയും 20 പന്തിൽ 54 റൺസ് എടുത്ത പ്രേം സിമ്രാൻ സിംഗിന്റെയും മികവിൽ വെറും 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.